എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോസ് ഇടുമ്പം അതിന് താഴെ വരുന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ് ചേച്ചി ഗ്ലൈക്കോലിക് ആസിഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്ലൈക്കോലിക് ആസിഡിനെ കുറിച്ചുള്ളതാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഗ്ലൈക്കോലിക് ആസിഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഈ ഗ്ലൈക്കോലിക് ആസിഡ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു AHA ആസിഡാണ്, അതായത് വെള്ളത്തിൽ ലയിക്കാൻ പറ്റുന്ന ഒരു ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. മെയിനായിട്ട് കരിമ്പിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, സൺ ടാന്, ഏജിങ് അതായത് വ്രിങ്കിൾസും ഫൈലൻസും ഒക്കെ കുറയ്ക്കാനും, കൂടാതെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ, ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ ടോണും സ്കിന്നിൻ്റെ ടെക്സ്ചറും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഗ്ലൈക്കോലിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ക്ലെൻസറായിട്ടും ക്രീമിൻ്റെ രൂപത്തിലും സെറത്തിൻ്റെ രൂപത്തിലും പീലിംഗ് സൊല്യൂഷനായിട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷനിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇത് 10% മേലെ ഗ്ലൈക്കോലിക് ആസിഡിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പം അത് പ്രിസ്ക്രിപ്ഷനോട് കൂടെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 10% താഴെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങി ഉപയോഗിക്കാം. മാത്രമല്ല, നിങ്ങൾ ഗ്ലൈക്കോലിക് ആസിഡ് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ക്ലെൻസർ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക, അതും കുറഞ്ഞ കോൺസെൻട്രേഷൻ മാത്രം. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിൽ സൂട്ടബിൾ ആണെങ്കിൽ മാത്രം വേറെയുള്ള പ്രൊഡക്റ്റിലേക്ക് അത് പോയാൽ മതി. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10% കൂടുതലാണെങ്കിൽ എന്തായാലും ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആണ് ഈ ഗ്ലൈക്കോലിക് ആസിഡ് എന്ന് പറഞ്ഞാലും നിങ്ങളിത് ഡ്രൈ സ്കിൻ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഈ ഗ്ലൈക്കോലിക് ആസിഡ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ കോൺസെൻട്രേഷനിൽ മാത്രം നിങ്ങൾ തുടങ്ങുക. കാരണം ഇത് പല രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്നുണ്ട്. ചിലർക്ക് സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആക്കുക, റാഷസ് വരിക, ഇറിറ്റേഷൻ വരിക, റെഡ്നെസ് വരിക, ഇച്ചിങ് വരിക, പുകച്ചിൽ പോലെ, അതായത് ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ ഉണ്ടാവുക, അങ്ങനെ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൺബേൺ ആയിട്ടുള്ള സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത്. വല്ലാതെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന്, ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിലൊക്കെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാത്തതാണ് നല്ലത്. കൂടാതെ നിങ്ങൾക്ക് ഇപ്പം പകൽ ടൈമിൽ നല്ലോണം വെയിലത്ത് നിൽക്കുന്ന ജോലിയൊക്കെ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗ്ലൈക്കോലിക് ആസിഡ് ഉപയോഗിക്കരുത് കേട്ടോ. കാരണം എത്രത്തോളം സൺസ്ക്രീന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഗ്ലൈക്കോലിക് ആസിഡ് ഉപയോഗിച്ചിട്ട് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ സൺബേണും സൺ എക്സ്പോഷറൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതിരിക്കുന്ന ആൾക്കാരും നൈറ്റ് ടൈമിലാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾ SPF 50 ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനും സ്കിന്ന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കൂടാതെ സാലിസിലിക് ആസിഡ്, കോജിക് ആസിഡ്, ഹൈഡ്രോണിക് ആസിഡ്, നയാസിനമൈഡൊക്കെ കൂടെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൈക്കോലിക് ആസിഡ് യൂസ് ചെയ്യാം. എന്നാൽ റെറ്റിനോൾ, വൈറ്റമിൻ സി, വേറെ AHA ബേസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതായത് AHA ആസിഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ആസിഡ്സ് ഒന്നും തന്നെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കരുത്. ഇത് നിങ്ങൾ തന്നെ വാങ്ങിയിട്ട് കമ്പൈൻ ചെയ്യുന്നതിന് പകരം ഗ്ലൈക്കോലിക് ആസിഡും കോജിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ടുള്ളതും ഗ്ലൈക്കോലിക് ആസിഡും സാലിസിലിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെ വാങ്ങിയിട്ട് യൂസ് ചെയ്താലും മതി. കാരണം ഇത് ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്ലൈക്കോലിക് ആസിഡ് സേഫായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ 7% അതിൽ കുറഞ്ഞ കോൺസെൻട്രേഷനോ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു 20 വയസ്സ് തൊട്ടിട്ടാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുള്ളൂ, കാരണം ഇത് മെയിനായിട്ട് ഏജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതായതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റീപ്ലൈ തരാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.